ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചട്ടിപ്പത്തിരി, അതിശയപ്പത്തിരി. ഇത് എല്ലാവർക്കും അറിയുന്ന ഒന്ന് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ല വലിയ ഒരു 1.5 സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതും ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ആ പച്ചമുളക് മാറി വന്നാൽ 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇത് 1.5 കപ്പ് ചിക്കൻ ഉണ്ടാവും ഏകദേശം. കുറച്ച് മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇവിടെ നമുക്ക് ചിക്കന് പകരമായിട്ട് ബീഫോ അല്ലെങ്കിൽ ചെമ്മീനോ അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, അത് ഈ വീഡിയോയിൽ വന്നിട്ടില്ല. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 മുട്ട ഒഴിച്ചു കൊടുക്കുക. 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1.5 കപ്പ് മൈദ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോർമലി ദോശക്കൊക്കെ കലക്കുന്നത് പോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക. 1.5 കപ്പ് മൈദക്ക് ഏകദേശം ഒരു 1 കപ്പിൻ്റെ അടുത്ത് വെള്ളം വേണ്ടി വരും. നല്ല സ്മൂത്തായിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുക. നമ്മുടെ മാവ് ഒരുപാട് ലൂസാവാനും ഭയങ്കരമായിട്ട് ടൈറ്റ് ആവാനൊന്നും പാടില്ല. ഇനി നമുക്ക് ഈ ദോശ ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഇതേപോലെ ചുറ്റി കൊടുക്കുക. ദോശ ഭയങ്കരമായിട്ട് നൈസാവരുത്, ഭയങ്കരമായിട്ട് കട്ടിയാവാനും പാടില്ല. ഒരു സൈഡ് കുക്കായാൽ മറ്റേ സൈഡും കൂടെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 2 സൈഡ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി. ഈ 1.5 കപ്പ് മൈദ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 10-12 ദോശ വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ നമ്മൾ എല്ലാ ദോശകളും ചുട്ടെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 4 മുട്ടയാണ്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ലാർജ് സൈസ് മുട്ടയൊക്കെ ആണെങ്കിൽ 4 എണ്ണം മതിയാവും. ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ നമ്മൾ 6-7 എടുക്കേണ്ടി വരും. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അടികട്ടിയുള്ള നല്ലൊരു പാത്രം എടുക്കുക. അതിൻ്റെ ചുറ്റിലും ഇതേപോലെ നെയ്യ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചുട്ട് വെച്ചിരിക്കുന്ന ദോശ നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സിൽ ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ 11 ദോശ വെച്ചിട്ടും ചെയ്യാം. ദോശ ഒരുപാട് നൈസായാൽ നമ്മൾ മുട്ടയിൽ മുക്കിയെടുക്കുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മുടെ ദോശ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഈ സെയിം മെത്തേഡിനെ നമുക്ക് ഈ സെയിം അതിശയപ്പത്തിരി നമുക്ക് മൈദ വെച്ച് ചപ്പാത്തി പോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ലാസ്റ്റായിട്ടുള്ള ദോശ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മസാല വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ബാക്കി വരുന്ന എഗ്ഗ് ഉണ്ടല്ലോ, അത് ഈ ദോശയുടെ ചുറ്റിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ദോശകളും തമ്മിലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ലായിക്കോളും. ഇനി നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഈ ഗ്ലാസ് മൂടി ആയതുകൊണ്ട് ചെറിയൊരു ഹോൾസ് ഉണ്ട്. അതെന്തെങ്കിലും പേപ്പറോ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്കത് ക്ലോസ് ചെയ്ത് കൊടുക്കാം.
ഇനി എന്തെങ്കിലും ഒരു ചെറിയ പാനോ അല്ലെങ്കിൽ ഒരു തട്ടോ അടിയിൽ വെച്ചിട്ട് നമ്മുടെ ഈ പാൻ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. നമ്മൾ ഇതുവരെ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ഒരു 25 മിനിറ്റ് വരെ നമ്മളിതിനെ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് ഇതേപോലെ വേറെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതും നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അത്ര മതിയാവും. 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ അതിശയപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നല്ല ഒരു ഹെവി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടം ലൈക്ക് ചെയ്യുക, അതേപോലെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു. ബൈ.